ഹായ് ഹലോ. തൈറോയ്ഡ് മുഴയുമായി ബന്ധപ്പെട്ട സീരീസിലെ 6ാമത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് ഡോക്ടർ വിശദമാക്കുന്നു. നമുക്ക് ഡോക്ടറുമായുള്ള സംഭാഷണം തുടരാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് ക്യാൻസർ അല്ലാത്തൊരു മുഴയാണ്. രണ്ടാമത്തത് തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവർ പോലെയാണ്. അതായത് ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന T3, T4 ഹോർമോണുകൾ എന്നുള്ളത് ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ അവയവങ്ങൾക്കും 24 മണിക്കൂറും ആവശ്യമുള്ള സംഗതിയാണ്. നമ്മുടെ ബ്രെയിനായിരുന്നാലും, ഹാർട്ടിനായിരുന്നാലും, ബോണിനായിരുന്നാലും, മസിലിനായിരുന്നാലും, സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിനായാലും ആർത്തവത്തിനായിരുന്നാലും എല്ലാത്തിനും തൈറോയ്ഡ് ഹോർമോൺ 24 മണിക്കൂറും വേണം. അത് കൃത്യമായ അളവിൽ വേണം. ഹോർമോൺസ് മറ്റേതൊരു ഹോർമോൺ പോലെ തൈറോയ്ഡ് ഹോർമോണും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ ബോഡി 24 മണിക്കൂറിലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് ഗ്രന്ഥിയെ ഹോർമോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പകൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള പോലെയല്ല നമ്മൾ കിടന്നുറങ്ങുമ്പോഴുള്ളത്. അപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ദിവസത്തെ 24 മണിക്കൂർ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് ബ്ലഡിൽ അത് ഡിറ്റക്ട് ചെയ്ത് തലച്ചോറിനുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന TSH. ഇപ്പോൾ നമ്മളെപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നോക്കും: T3, T4, TSH. TSH എന്നുള്ളത് ശരിക്കും ഈ ആവശ്യത്തിനനുസരിച്ച് പിറ്റ്യൂട്ടറി എന്ന മാസ്റ്റർ ഗ്രന്ഥിയിൽ വരുന്ന സിഗ്നലാണ്. അതിൻ്റെ തോതനുസരിച്ചാണ് ഈ T3, T4 എന്ന ഹോർമോൺസ് തൈറോയ്ഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രന്ഥി തൈറോയ്ഡ് വളരെ പ്രധാനമാണ്, എല്ലാ അവയവങ്ങൾക്കും വേണം. നമ്മളൊരു ഗർഭസ്ഥ ശിശു ആവുന്നത് മുതൽ നമ്മുടെ മരണം വരെയും 24 മണിക്കൂർ ഒരു സെക്കൻഡ് പോലും ഇല്ലാണ്ട് തുടർച്ചയായി വേണ്ട, കൃത്യമായ അളവിൽ വേണ്ട അതിപ്രധാനമായ ഹോർമോണാണ് തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥി നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, 24 മണിക്കൂർ ബോഡിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് കൂട്ടി കുറച്ച് ഉൽപ്പാദിപ്പിച്ച് കൃത്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബോഡിക്ക് സാധിക്കും. അപ്പോൾ അത്തരമൊരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. ആ ഒഴിവാക്കുന്നത് 95% ക്യാൻസർ അല്ലാത്ത തടിപ്പുകൾക്ക് വേണ്ടിയാണ്.